ഷാർജയിൽ മലയാളി യുവാവിനെ 2 മാസമായി കാണാനില്ലെന്ന് പരാതി. തൃശൂർ സ്വദേശി ജിത്തു സുരേഷിനെയാണ് മാർച്ച് മുതൽ കാണാതായത്. പിതാവ് സുരേഷ് കുമാർ ഷാർജ പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ 2 മാസക്കാലത്തിലേറെയായി സ്വന്തം മകനെ തേടി അലയുകയാണ് ഈ മനുഷ്യൻ. മാർച്ച് 10-ാം തീയതി മുതലാണ് തൃശൂർ സ്വദേശി ജിത്തുവിനെ ഷാർജയിൽ നിന്നും കാണാതായത്. അബുദാബിയിലാണ് സുരേഷ് കുമാറിന്റെ ജോലി വേഗം പൂർത്തിയാക്കി കിട്ടുന്ന വണ്ടി കയറി എല്ലാ ദിവസവും സുരേഷ് ഷാർജയിലെത്തും. മകൻ എവിടെയാണെന്നറിയാനാണ് ആ യാത്ര. മകനെ തേടി മനസ്സു നീറിയുള്ള ഈ പ്രവാസിയുടെ യാത്ര തുടങ്ങിയിട്ട് മാസം 2 കഴിഞ്ഞു. പക്ഷേ മകനെക്കുറിച്ച് ഇന്നും വിവരമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ നൈറ്റ് ഷിഫ്റ്റാണ് എൻ്റെ. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ ബസ്സിന് കയറി, ഉറക്കില്ല, രാവിലെ ബസ്സിന് കയറി വരും, ഇന്ത്യൻ കോൺസുലേറ്റ് പോവും, പിന്നെ ഷാർജ പോലീസ് സ്റ്റേഷനിൽ വരും, പിന്നെ ചില സുഹൃത്തുക്കളുണ്ട്, അവരും ചില സഹായിക്കും, പിന്നെ അങ്ങനെ അവർ വണ്ടി കൊണ്ടും. പക്ഷെ അവരെ നമ്മളെപ്പോഴും നമ്മുടെ കാര്യത്തിന് വേണ്ടി അവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് വെച്ചിട്ട് ഞാൻ മിക്കവാറും ബസ്സിന് വരുള്ളൂ. സ്വകാര്യ കമ്പനിയിൽ സെയിൽസ് അസിസ്റ്റന്റായി ജോലി ചെയ്തു വരികയായിരുന്ന ജിത്തുവിനെ മാർച്ച് മാസം മുതലാണ് കാണാതായത്. ചോദിക്കാനുള്ള എല്ലാവരോടും ചോദിച്ചു. ജിത്തു പോകാൻ സാധ്യതയുള്ള എല്ലായിടത്തും കയറി ഇറങ്ങി. പക്ഷേ ഒരു സൂചനയും ഇതുവരെ ലഭിച്ചില്ല. ഇതിനിടെ കേന്ദ്രമന്ത്രിക്കടക്കം പരാതി നൽകി. ഇന്ത്യൻ കോൺസുലേറ്റിൽ തന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു ചെല്ലുമ്പോൾ അന്വേഷിക്കുന്നുണ്ട്, പിന്നെ വാ എന്ന മറുപടി മാത്രമാണ് ഈ മനുഷ്യന് ലഭിക്കുന്നത്. കോൺസുലേറ്റിൽ അറിയിച്ചു, കേന്ദ്രമന്ത്രി മുരളീധരൻ മെയിൽ അയച്ചു, വൈഫ് മെയിൽ അയച്ചു, പിന്നെ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് മെയിൽ അയച്ച് ആളുടെ റിപ്ലൈ ഉണ്ടായി, അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കോൺസുലേറ്റിൽ ചെന്ന് നമ്മൾ പറയുമ്പോഴും അവിടെ ഫയൽ അവിടെ ഇരിപ്പുണ്ട്. അവർ പറഞ്ഞ എല്ലാ ആഴ്ചയിലും ഞങ്ങളത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്കും ഒന്നും കിട്ടിയിട്ടില്ല. മകന്റെ വിവരം അറിയാത്ത വിഷമത്തിൽ നാട്ടിൽ നെഞ്ചു പൊട്ടിക്കഴിയുകയാണ് ജിത്തുവിന്റെ അമ്മയും സഹോദരിയും ഉൾപ്പെടുന്ന കുടുംബം. വളരെ വളരെ പ്രശ്നമുണ്ട്. കാരണം വളരെ പ്രശ്നം. ചില സമയത്തൊക്കെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ മോനെ അന്വേഷിക്കും. അമ്മയാണല്ലോ, തീർച്ചയായിട്ടും മോനെ അന്വേഷിക്കും. നമുക്കും വിഷമമുണ്ട്. നമ്മളും എപ്പോഴും ഇത് ആലോചിച്ച് നമ്മൾ കാരടയ്ക്ക് എൻ്റെ അടുത്ത് ഒന്ന് താഴ്ത്തു വന്ന് വിളിക്കണമെന്ന്. അത് ചില സമയത്ത് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, അവൻ താഴ്ത്തു വന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ ഒരു 1-2 പ്രാവശ്യം ഇറങ്ങി താഴെ പോയി, എൻ്റെ ബിൽഡിങ്ങിന് താഴെ പോയി. കാരണം അവനവിടെ ഉണ്ടെന്നുള്ള കണ്ടീഷനിൽ. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ഇന്ന് സുരേഷ് കുമാർ. ഈ ആൾ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി. ആളിപ്പോൾ ജയിലിലാണെങ്കിലും ഇത് ആൾ എവിടെ ജയിലിൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവരോട് ഇല്ല. പിന്നെ ആളുടെ സുഹൃത്തുക്കളോട് ചോദിക്കുമ്പോൾ ആരും കണ്ടുവരില്ല. എൻ്റെ മോനെ കിട്ടാൻ വേണ്ടി എല്ലാവരും എന്തെങ്കിലും ഏതെങ്കിലും വിധത്തിൽ കാര്യം കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ. ഒന്ന് വിളിച്ചാൽ മതി, ആളൊന്ന് വിളിച്ചാൽ മതി. ആളെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നടന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. തൻ്റെ ഫോണിലേക്ക് മകൻ്റെ ഒരു വിളി വരുന്നതും കാത്തിരിക്കുകയാണ് ഈ അച്ഛൻ. പ്രവാസികളുടെ ഒന്നടങ്കം മനസ്സറിഞ്ഞുള്ള സഹായമാണ് ഈ മനുഷ്യൻ ചോദിക്കുന്നത്. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24.